ഹലോ ഗൈസ്, ഇത് നമുക്ക് പറയാതിരിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം വെച്ചാൽ ഇത്ര കാലം സി പി യു ഉണ്ടാക്കുന്ന ഡോമിനൻസിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ഇന്റലും AMD ആയിരുന്നു. ഇവർ ഇത്ര നാളും പിടിച്ചു വെച്ചിരുന്ന ഈ ഡോമിനൻസ് എന്താണ്? NVIDIA അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. എന്താ വെച്ചാൽ വിൻഡോസും NVIDIയും ഒരേ ട്വീറ്റ് ഇട്ടിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ NVIDIA ഒരു CPU ഇറക്കാൻ പോകുന്നുണ്ട്. എന്താ അവർ RTX സീരീസ് ഇല്ല, NVIDIA എന്തിനാ സംഭവം, പിന്നെ ഗെയിമിങ്ങിന്റെ എന്താ പറയുക, ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി അതൊക്കെ ആയിരുന്നു ഇവർ ഡെവലപ്പ് ചെയ്തിരുന്നത്. പക്ഷേ AI ചിപ്പുകൾ, AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള CPU അതൊക്കെ ആയിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്? വിൻഡോസ് ലാപ്ടോപ്പുകളിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന രീതിയിൽ CPU നിർമ്മിക്കാൻ പോവാണ്. സംഭവം സക്സസ് ആയിട്ട് അവർ ഡെമോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. വരുന്നതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സാധാ ലാപ്ടോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു AI ഏജന്റ് വർക്ക് ചെയ്യാൻ പറ്റും, AI മോഡലുകൾ പിന്നെ വർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഗെയിമിംഗ് ഒക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസിലോട്ട് പോകണം. അപ്പോൾ പിന്നെ ഓപ്പൺ AI അല്ലെങ്കിൽ ക്ലൗഡ് ഇതൊക്കെ ഇതിൽ വലിയ പൈസ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, പിന്നെ ടോക്കൺസ് വാങ്ങി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം ലാപ്ടോപ്പിൽ നമുക്ക് നല്ല പെർഫോമൻസിൽ AI മോഡലുകൾ എന്ത് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എക്സ്പെൻസുകൾ കുറയാൻ പോവാണ്. AIന്റെ നമ്മളെ ലോക്കലിൽ ഉപയോഗിക്കാൻ പോകുന്ന എക്സ്പെൻസുകൾ കുറയാൻ പോകുന്നത്. അപ്പം ഇന്റൽ, AMD, NVIDIA പാടെ ഈ പിന്നെ ആപ്പിൾ ഓൾറെഡി അവരെ സ്വന്തമായിട്ടുള്ള പിന്നെ CPU ഉണ്ട്, M സീരീസ് അവരെ മാക്കിൽ ഉപയോഗിക്കുന്ന M സീരീസിൽ വരുന്നത്. പക്ഷേ ഈ RTX 5070 മാച്ച് ആയിട്ട് വരുന്ന ആ മോഡലിന് എന്താണ് മാച്ച് ആയിട്ട് വരുന്ന CPU ആണ് എന്ത് NVIDIയും വിൻഡോസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നത്. വേറെ ലെവൽ ഓഫ് ഫൈറ്റിങ്ങിലോട്ട് പോവാണ്. അപ്പം നമുക്ക് കാണാം എന്താ സംഭവം എന്നുള്ളത്. അപ്പം ഓക്കെ, ബൈ ഗൈസ്, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.